पाठ 12 बोवेंगे सो काटोगे। बताइए आंसर ओरली। राजा कविराज को क्या പുരസ്കാർ देते थे? രാജാവ് കവിരാജിന് എന്ത് സമ്മാനമാണ് കൊടുത്തിരുന്നത്? രാജ कविराज को पुरस्कार के रूप में पुरस्कार स्वरूप 5 सोने की मोहरें दिया करते थे। राजा कविराज को पुरस्कार रूप से 5 सोने की मोहरें दिया करते थे. രാജാവ് കവിരാജിന് സമ്മാനമായിട്ട് കൊടുത്തിരുന്നത് എന്തായിരുന്നു? 5 സ്വർണത്തിൻ്റെ മൊഹരയും ആണ്. സ്വർണ്ണ നാണയങ്ങളാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. രാജാവ് പുരസ്കാരമായി കവിരാജിന് കൊടുത്തിരുന്നത് എന്താണ്? 5 സ്വർണ്ണ നാണയങ്ങൾ. क्वेश्चन नंबर ख കവിത സുൻകർ രാജാവു ക്യാ മിൽത്താ ഥാ? കവിത കേട്ട് കഴിയുമ്പോൾ രാജാവിന് എന്താണ് കിട്ടിയിരുന്നത്? കവിതയും സുന്നേമേ രാജാക്കോ അനൗഖ് ആനന്ദ് പ്രാപ്തി ഹോത്താ ഥാ. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ആനന്ദമാണ് രാജാവിന് കിട്ടിയിരുന്നത്. കവിതയും സുന്നേമേ രാജാക്കോ അനോഖ ആനന്ദ് പ്രാപ്ത് ഹോത്താ ഥാ. അനന്തമായ ഒരു ആനന്ദമാണ് രാജാവിന് കിട്ടിയിരുന്നത്. शंभू ने कविराज से पत्र कैसे हासिल कर दिया? शंभू കവിരാജിൽ നിന്നും എങ്ങനെയാണ് ആ കത്ത് വാങ്ങിച്ചെടുത്തത്? ശംഭു കവിരാജ് के पास जाकर निवेदन किया. ശംഭു കവിരാജിൻ്റെ അടുത്ത് പോയി അപേക്ഷിച്ചു. कि कविराज को नित्യേന രാജാസെ ഇനാം മിൽത്താ ഹെ. കവിരാജിന് എല്ലാ ദിവസവും രാജാവിൽ നിന്ന് സമ്മാനം കിട്ടുന്നുണ്ട്. മുച്ചവി കുച്ച് മിൽന ചായേ. എനിക്കും കൂടി എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കിട്ടണ്ടേ? ഇതെൻ്റെ ഐഡിയ കൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. യദി ആപ്പ് മുച്ചേ പത്ര ദേ തോ ബഡി കൃപ ഹോഗി. ആപ്പ് താങ്കൾ ആ കത്ത് എനിക്ക് തരികയാണെങ്കിൽ എനിക്ക് ഒരുപാട് നന്മയുണ്ടാകും. ശംഭു ഇസ് ബാതുക്കോ സുൻകർ. ശംഭുവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കവിരാജ് തുരന്ത് പത്രൂസെ ദിദിയ. കവിരാജ് കത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. കാരണം കവിരാജ് കെ പാസ് ജാക്കർ നിവേദൻ കിയാക്കി കവിരാജ് को नित्യേന राजा से इनाम मिलता है. मुझे भी कुछ मिलना चाहिए. यदि आप मुझे यह पत्र दे दे तो बड़ी कृपा होगी. शंभू के इस बात को सुनकर कविराज ശംഭുവിന് കൊടുത്തു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഖ. മഹാരാജാനെ പത്രമേ ക്യാ ലിഖാത്ത? മഹാരാജാവ് കത്തിൽ എന്താണ് എഴുതിയിരുന്നത്? പത്ര ലിഖാത്താക്കി പത്രവാഹകോ തുരന്ത് കൈത് കർ ലിയ ജായി. ഈ കത്തുമായിട്ട് വരുന്നതിന് പെട്ടെന്ന് ജയിലിൽ പിടിച്ചടയ്ക്കാനാണ് രാജാവ് കത്തിൽ എഴുതിയിരുന്നത്. പത്രമേ ലിഖാത്താക്കി പത്രവാഹകോ തുരന്ത് കൈത് കർ ലിയ ജായി. ഈ കത്തുമായി വരുന്നവനെ വേഗം ജയിലിൽ അടയ്ക്കുക എന്നാണ് രാജാവ് കത്തിൽ എഴുതിയിരുന്നത്. ഓക്കെ, മഹാരാജാനെ പത്രമേ ക്യാ ലിഖാത്ത? പത്രമേ ലിഖാത്താക്കി പത്രവാഹകോ തുരന്ത് കൈത് കർ ലിയ ജായി. പെട്ടെന്ന് തന്നെ ജയിലടയ്ക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ങ. രാജാനെ ശംഭുക്കോ ഉമ്ര കൈത് ക്യോം സുനായി? രാജാവ് ശംഭുവിനെ ആജീവനാന്തം ജയിലിൽ അടയ്ക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? മന്ത്രിനെ രാജാക്കോ സാരി ബാത്തേं समझाई कि शंभू कविराज को धोखा दे रहा था. इस बात का जानकारी मिला तो गुस्सा होकर उन्होंने शंभू जैसे धोखेबाज को उम्र कैद सुनाई. മന്ത്രി രാജാക്കോ സാരി ബാത്തെ സംശായി. മന്ത്രി രാജാവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഈ ശംഭു നുണയനാണെന്നും രാജകവിനെ ജയിലിലടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. ശംഭു കവിരാജക്കോ ധോക്ക തേരാത്ത. ശംഭു കവിരാജിനെ ചീറ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. ഈ ബാധക ജാൻകാരി മിലാത്തോ. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോൾ ഗുസ്സ ഹോക്കർ ദേഷ്യത്തോടെ ഉൻഹോനെ ശംഭു ജൈസ ധോക്കേവാജുക്കോ ഉമ്മർ കൈദ് സുനായി. അദ്ദേഹം രാജാവ് ശംഭുവിനെ പോലുള്ള നുണയന്മാർക്ക് വഞ്ചകന്മാർക്ക് ആജീവനാന്തം ജയിൽ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു. അവന് ശംഭുവിനെ ആജീവനാന്തം ജയിലിലടയ്ക്കാൻ രാജാവ് പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ക. ശ്രവൺ കൗശലിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ നമ്പർ ക. ശംഭു ക്യോ ഖുഷ് ഹോ രഹാ ഥാ? ശംഭുവിന് സന്തോഷം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? ശംഭു കവിരാജ് സെ പത്ര പാക്കർ ബഹുത്ത് ഖുഷ് ഹോ രഹാ ഥാ. ശംഭു കവിരാജിൽ നിന്ന് കത്ത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. കവിരാജിൽ നിന്നും കത്ത് വാങ്ങിച്ചെടുത്തില്ലേ, ഇനി രാജാവിൻ്റെ അടുത്ത് പോയി ഒരുപാട് സമ്മാനം വാങ്ങാമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ക. ശംഭുവിനെ പത്ര
किससे दिया? शंभु കത്ത് ആർക്കാണ് കൊടുത്തത്? ശംഭുവിനെ പത്ര മന്ത്രിജിക്കോ ദിയ. മന്ത്രിക്കാണ് കൊടുത്തത്. ശംഭു കത്ത് കൊണ്ടുപോയി കൊടുത്തത് ആർക്കാണ്? മന്ത്രിജിക്കോ, മന്ത്രിക്കാണ് കൊണ്ടുപോയി കൊടുത്തത്. ശംഭു ക്യോം खुश हो रहा था? कविराज से पत्र पाकर वह बहुत खुश हो रहा था. शंभू ने पत्र किससे दिया? शंभू ने पत्र मंत्री जी को दिया. ओके, എല്ലാവരും എഴുതി വെക്കുക. താങ്ക് യു. ക്വസ്റ്റ്യൻ നമ്പർ ग. പത്രമേ ക്യാ ലിഖാ था? കത്തിൽ എഴുതിയിരുന്നത് എന്തായിരുന്നു? പത്രമേ ലിഖാ था कि പത്രവാഹകോ തുരന്ത് കൈത് കർ ലിയാ ജായേ. ഈ കത്തുമായി വരുന്നവനെ പെട്ടെന്ന് തന്നെ ജയിലടയ്ക്കുക എന്നതാണ് കത്തിൽ എഴുതിയിരുന്നത്. കത്തിൽ എന്താണ് എഴുതിയിരുന്നത്? പത്രവാഹകനെ, ഈ കത്തുമായി വരുന്നവനെ എത്രയും വേഗം ജയിലടയ്ക്കണമെന്ന് തന്നെയാണ് കത്തിലുണ്ടായിരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ഖ. ശംഭുക്കോ ക്യാ സജ സുനായി ഗയി? ശംഭുവിന് എന്ത് ശിക്ഷയാണ് രാജാവ് പറഞ്ഞത്? ശംഭുക്കോ ഉമ്മർ കൈത് സുനായി ഗയി. ശംഭുവിന് ഉമ്മർ കൈത്, ആ ജീവനാന്തം ജയിലിലടയ്ക്കുക എന്ന് തന്നെയാണ് രാജാവ് വീണ്ടും പറഞ്ഞത്. കാരണം ശംഭുവിൻ്റെ ചീറ്റിങ്ങൊക്കെ രാജാവ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ രാജാവ് എന്നാ പറഞ്ഞു? ശംഭുവിനെ എത്രയും വേഗം ഉമ്മർ കൈത് എന്ന് പറഞ്ഞാൽ ആ ജീവനാന്തം ജയിലിൽ അടയ്ക്കുക എന്നാണ് രാജാവ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ ങ. രാജ ക്യോം ഗുസ്സാ ഹോ ഗയ? രാജാവിന് ദേഷ്യം വരാനുള്ള കാരണം എന്താണ്? ശംഭു കവിരാജ് കോ ദിയാ ഗയ ധോക്ക സുൻകർ രാജാ കോ ബഹുത് അധിക ഗുസ്സാ ഹോ ഗയ. ശംഭു കവിരാജിനോട് ചെയ്ത ചീറ്റിങ്, വഞ്ചന, ചതി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു, വളരെയധികം ദേഷ്യം വന്നു. കവിരാജ് കോ ദിയാ गया धोखा सुनकर राजा को बहुत अधिक गुस्सा हो गया. കവിരാജിനോ കൊടുത്ത ആ വഞ്ചന, കവിരാജിനോട് ചെയ്ത ആ വഞ്ചന മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് രാജാവിന് വളരെയധികം ദേഷ്യം ഉണ്ടായത്. നമ്മുടെ ശംഭു കവിരാജിന് വളരെയധികം ചീറ്റ് ചെയ്തു അല്ലേ? ഇത്ര വലിയ ചതിയാണ് അദ്ദേഹം ചെയ്തത്. ആ ചതിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ഇവനെ ആജീവനാന്തം ജയിലടയ്ക്കുക എന്ന് തന്നെ പറഞ്ഞു. നമ്പർ ग. പത്രമേ ക്യാ ലിഖാ था? പത്രമേ ലിഖാ था कि പത്രവാഹകോ को तुरंत कैद कर लिया जाए. क्वेश्चन नंबर ख. शंभू को क्या सजा सुनाई गई? शंभू को उम्र कैद सुनाई गई. उम्र कैद, ആജീവനാന്തം. ക്വസ്റ്റ്യൻ നമ്പർ ങ. രാജ ക്യോം ഗുസ്സാ ഹോ ഗയ? രാജാവിന് എന്തുകൊണ്ടാണ് ദേഷ്യം വന്ന്? ശംഭു കവിരാജ് കോ ദിയാ ഗയ ധോക്ക സുൻകർ രാജ ബഹുത് അധിക ഗുസ്സാ ഹോ ഗയ. രാജാവിന് വളരെയധികം ദേഷ്യം വന്നു. लेखन कौशल, राइटिंग स्किल्स. प्रश्नों के उत्तर लिखिए. राजा रामदेव राय कैसे शासक थे? രാജ രാംദേവ് റായ് എങ്ങനെയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു? രാജ രാംദേവ് റായ് ഉദാർ, ദയാലു തഥാ कर्तव्य दक्षक थे. साथ ही वह कला और साहित्य के मर्मज के रूप में भी विख्यात थे. അദ്ദേഹം എങ്ങനെയുള്ള രാജാവായിരുന്നു? അദ്ദേഹം ഉദാരശീലനായിരുന്നു. ഉദാരമായി മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുന്ന ആളായിരുന്നു. ദയാലു, കരുണയുള്ളവനായിരുന്നു. തഥാ കർത്തവ്യ ദക്ഷകത്തെ, തന്നിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ഉത്തരവാദിത്വം, ആ കർത്തവ്യം അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. തൻ്റെ കർത്തവ്യം നന്നായി നടത്തിക്കൊണ്ട് പോകുന്ന ആളായിരുന്നു. തൻ്റെ കർത്തവ്യ പരിപാലനത്തിൽ നല്ല കഴിവുള്ള ഒരു ഭരണാധികാരിയായിരുന്നു രാജ രാംദേവ് റായ്. साथ ही वह കല और സാഹിത്യ के मर्मज के रूप में भी विख्यात थे. അതിൻ്റെ കൂടെ തന്നെ സാഹിത്യം അറിയാമല്ലോ, മർമജ്, കല, എല്ലാ തരത്തിലുമുള്ള കലകൾ, സംഗീതം, നൃത്തം, അങ്ങനെയുള്ള പലതരത്തിലുള്ള കലകളുണ്ട്. ഈ കലകളുടെ എല്ലാം മർമജിക രൂപമേ വിഖ്യാതത്തെ, അദ്ദേഹം നല്ല അറിവുള്ളവനായിരുന്നു. ഈ കലകളിലെല്ലാം നല്ല അറിവുള്ളവനും ആ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയും കൂടെയായിരുന്നു. രാജ രാംദേവ് റായ് കൈസെ शासक थे? രാജ രാംദേവ് റായ് उदार, दयालु तथा कर्तव्य दक्षक थे. साथ ही वह कला और साहित्य के मर्मज के रूप में भी विख्यात थे. क्वेश्चन नंबर ख. शंभु ചന്ദ്രഗുപ്ത സെ ഈർഷ്യ ക്യോം കർത്താ था? ശംഭുവിന് ചന്ദ്രഗുപ്തനോട് എന്തുകൊണ്ടാണ് ജലസ്നെസ്,
ഉണ്ടാവാനുള്ള കാരണം ചന്ദ്രഗുപ്ത് രാജകവി था। ചന്ദ്രഗുപ്ത് രാജകവിയായിരുന്നു। ഉനकी കവിതാएं सुनने में രാജ അനോഖ ആനന്ദ പ്രാപ്ത് होता था। അദ്ദേഹത്തിൻ്റെ കവിതകൾ കേൾക്കുമ്പോൾ രാജാവിന് ഭയങ്കരമായ ഒരു ആനന്ദം ഉണ്ടാവാറുണ്ടായിരുന്നു। राजा नियमित रूप से चंद्रगुप्त की कविताएं सुनकर रोज सोने की मोहरें देता था। രാജാവ് നിയമിതമായ രൂപത്തിൽ ചന്ദ്രഗുപ്തനിൽ നിന്നും കവിതകൾ കേട്ടതിന് ശേഷം അദ്ദേഹത്തിന് സ്വർണത്തിൻ്റെ നാണയങ്ങൾ സമ്മാനമായി കൊടുക്കാറുണ്ടായിരുന്നു। ഏക ശംഭുക്കോ ചന്ദ്രഗുപ്ത സെ ഈർഷ്യത കാ കാരണം ബൻ ഗയ। ഇത് ശംഭുവിന് ചന്ദ്രഗുപ്തനോട് ദേഷ്യത്തിനുള്ള കാരണം ആയി। शंभु चंद्रगुप्त से ईर्ष्या क्यों करता था? चंद्रगुप्त राजकवि था। उनकी कविताएं सुनने में राजा को अनोखा आनंद प्राप्त होता था। राजा नियमित रूप से चंद्रगुप्त की कविताएं सुनकर रोज सोने की मोहरें देता था। एक शंभु को चंद्रगुप्त से ईर्ष्या का कारण बन गया। ओके, थैंक यू। शंभु ने कविराज को नीचे दिखाने के लिए क्या योजना बनाई? शंभु कविराजिനെ താഴ്ത്തി കെട്ടി കാണിക്കാനായിട്ട് എന്ത് പ്ലാനാണ് ഉണ്ടാക്കിയത്? शंभु ने कविराज से कहा कि राजा को उनके सफ़ेद बालों को देखकर अपना बुढ़ापा दिखाई देता है, इसलिए सफ़ेद बालों को छिपाने के लिए एक तरबान सिर पर रख कर आना। उसके बाद राजा के पास जाकर कहा कि चंद्रगुप्त ने कहा कि आपके सामने कविताएं सुनाने से उनके सिर में दर्द होने लगता है, इसलिए वह कल से सिर पर पगड़ी बांधकर आने वाले हैं। ശംഭു കവിരാജിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, രാജാവ് പറഞ്ഞു താങ്കളുടെ വെളുത്ത മുടി, അതായത് നരച്ച മുടി കണ്ട് കാണുമ്പോൾ രാജാവിന് തൻ്റെ ബുഡാപ്പ വൃദ്ധകാലമാണ് ഓർമ്മ വരുന്നത്. തൻ്റെ വയസ്സാകുന്ന ആ ഒരു നിമിഷങ്ങളെയാണ് രാജാവിന് ഓർമ്മ വരുന്നത്. ഇസിലെ സഫേദ് ബാലോംകോ ചിപ്പാനെ കേലിയെ വെളുത്ത മുടികളെ മറയ്ക്കാൻ വേണ്ടി ഏക തർബാൻ സിർപ്പർ ബാന്ധക്കർ രക്കറാന, ഒരു തർബാൻ തലയിൽ തലപ്പാവ് തലയിൽ വെച്ചുകൊണ്ട് വരുവാനാണ് അദ്ദേഹം കവിരാജിൻ്റെ അടുത്ത് പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു? ഉസ്കെ ബാദ് രാജാക്കെ പാസ് ജാക്കർ കഹ, അതിനുശേഷം രാജാവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു कि ചന്ദ്രഗുപ്തനെ കഹ, ചന്ദ്രഗുപ്തൻ പറഞ്ഞു, चंद्रगुप्त ने कहा कि आपके सामने कविताएं सुनाने से उनके सिर पर दर्द होने लगता है। താങ്കളെ വന്ന് കവിതകൾ കേൾപ്പിച്ച് ചന്ദ്രഗുപ്തന് തലയ്ക്ക് വേദന എടുക്കുന്നുണ്ട്. इसलिए वह कल से സിർ പർ പഗടി ബാന്ധക്കർ ആനെ വാലാ ഹെ, അതുകൊണ്ട് നാളെ മുതൽ അദ്ദേഹം തലപ്പാവ് വെച്ചുകൊണ്ട് വരും. താങ്കളെ കവിതകൾ കേൾപ്പിച്ച് ചന്ദ്രഗുപ്തൻ്റെ തലയ്ക്ക് തലവേദന എടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് നാളെ മുതൽ തർബാൻ തലയിലൊരു തലപ്പാവും വെച്ചുകൊണ്ടേ അദ്ദേഹം വരുവുള്ളൂ എന്നോട് പറഞ്ഞു എന്ന് ശംഭു രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു. ओके, शंभू ने कविराज से नीचे दिखाने के लिए योजना बनाई कि राजा को उसके सफ़ेद बालों को देखकर अपना बुढ़ापा दिखाई देता है, इसलिए सफ़ेद बालों को छिपाने के लिए एक तरबान सिर पर रखकर आने वाला है। उसके बाद राजा के पास जाकर कहा कि चंद्रगुप्त ने कहा कि आपके सामने कविताएं सुनाने से उनके सिर पर दर्द होने लगता है, इसलिए वह कल से सिर पर पगड़ी बांधकर आने वाला है. ഇങ്ങനെയാണ് ശംഭു കവിരാജുക്കോ നീച്ച് ദിക്കാനെ കേലിയെ പ്ലാൻ തയ്യാറാക്കിയത്. കവിരാജിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ശംഭു ഉണ്ടാക്കിയ പ്ലാൻ ഇങ്ങനെയാണ്. ഓക്കെ, എഴുതി വയ്ക്കുക, പഠിക്കുക. താങ്ക് യു. क्वेश्चन नंबर का, कविराज के विरुद्ध शंभु ने महाराज को कैसे फड़काया? കവിരാജിന് വിരുദ്ധമായിട്ട് മഹാരാജാവിൻ്റെ മുമ്പിൽ ചെന്ന് എന്ത് നുണയാണ് ശംഭു ചെന്ന് പറഞ്ഞത്? ശംഭുവിനെ മഹാരാജസെ കഹ, ശംഭു മഹാരാജാവിനോട് പറഞ്ഞു कि that കവിരാജിനെ കഹ, കവിരാജ് പറഞ്ഞു कि वह राजा को कविताएं सुनकर थक गया है, അദ്ദേഹം രാജാവിനെ കവിതകൾ കേൾപ്പിച്ച് മടുത്തുപോയി. आपके सामने कविता सुनाकर सिर में दर्द होने लगता है, താങ്കളുടെ മുന്നിൽ കവിത പറഞ്ഞ് തലയിൽ തലവേദന ഉണ്ടാകാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. इसलिए वह कल से पगड़ी बांधकर आने वाला है, അതുകൊണ്ട് അദ്ദേഹം നാളെ മുതൽ പകടി തലയിൽ തർബാൻ കെട്ടിക്കൊണ്ട് വരും. ഇങ്ങനെയാണ് അദ്ദേഹം രാജാവിൻ്റെ അടുത്ത് ചെന്ന് കവിരാജിനെ കുറിച്ച് നുണ ചെന്ന് പറഞ്ഞത്. എന്ത് കഷ്ടമല്ലേ?
ഒന്നുകൂടെ നോക്കിക്കേ. ശംഭുവിനെ മഹാരാജ से कहा वह राजा को कविताएं सुनाकर थक गया है. आपके सामने कविता सुनाकर सिर में दर्द होने लगता है, इसलिए वह कल से पगड़ी बांध कर आने वाला है. ഇതാണ് കവിരാജ് കെ വിരുദ്ധ ശംഭുവിനെ മഹാരാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ ശംഭുക്കോ മുക്തി കൈസെ മിലി. ശംഭുവിന് അവസാനം എങ്ങനെയാണ് ഒന്ന് സ്വതന്ത്രനാകാനായിട്ട് പറ്റിയത്? എങ്ങനെയാണ്? കവിരാജിനെ ശംഭു को छोड़ने के लिए രാജാ സെ ബാർ ബാർ നിവേദൻ കിയ. വീണ്ടും വീണ്ടും അപേക്ഷിച്ചു, അവനെ വിട്ടേക്ക്, അങ്ങ് പാവം അല്ലേ, രാജാവെ വിട്ടേക്ക് എന്നും പറഞ്ഞ് നമ്മുടെ കവിരാജ് ചെന്ന് രാജാവിൻ്റെ അടുത്ത് താണ് വീണ് അപേക്ഷിച്ചു. അന്തമേ കവിരാജ് के सज्जनता से प्रभावित होकर राजा ने शंभु को മുക്ത് കർ ദിയ. രാജാവ് ശംഭുവിനെ മുക്തനാക്കി സ്വതന്ത്രനാക്കി വിട്ടു. ശംഭുക്കോ മുക്തി കൈസെ മിലി. ശംഭുവിന് എങ്ങനെയാണ് സ്വതന്ത്രനായത്? കവിരാജനെ ശംഭുക്കോ ചോടനെ के लिए राजा से बार बार निवेदन किया. अंत में कविराज के सज्जनता से प्रभावित होकर राजा ने शंभु को मुक्ति कर दिया. കവിരാജിൻ്റെ നന്മയിൽ ആകൃഷ്ടനായിട്ട് രാജാവ് ശംഭുവിനെ മുക്തനാക്കി. ഓക്കെ, എഴുതി വയ്ക്കുക കേട്ടോ എല്ലാവരും. താങ്ക് യു. പേജ് നമ്പർ 90. ക്വസ്റ്റ്യൻ നമ്പർ 3. സഹി വികൽപ കെ സാമനെ സഹി ചിഹ്ന ലഗായിയെ. നിങ്ങൾക്ക് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. ബ്രാക്കറ്റിൽ ശരിയായ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ ശംഭു കാ സ്വഭാവ് കൈസാ താ. ശംഭുവിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളായിരുന്നു? ഇമാൻദാർ, ലാലച്ചി, മെഹനത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലാലച്ചി. ഓക്കെ, ഞാനവിടെ റെഡ് കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങളതെടുത്ത് എഴുതിക്കൊള്ളുക. ശംഭുവിനെ കവിരാജുക്കോ ക്യാ ഉപായ ബതായ. ശംഭു കവിരാജിനോട് എന്ത് ഉപായമാണ് പറഞ്ഞത്? ദർബാർ മേ നാ ജാനേക്ക, ബാൽ കാല കർണേക്ക, പകടി ബാന്ധനേക്ക. അപ്പോൾ അവിടെ നിങ്ങൾക്കറിയാം പകടി ബാന്ധനേക്ക. നിങ്ങളത് എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ ശംഭുക്കോ സജാമേ ക്യാ ദിയ. ശംഭുവിന് എന്ത് പണിഷ്മെൻ്റാണ് കിട്ടിയത്? സോനയ്ക്ക് സിക്കെ, ഉമ്ര കൈദ്, തർഖി. ഉമ്ര കൈദ് അല്ലേ, ഉമ്ര കൈദ്, ആജീവനാന്തം ജയിൽവാസം. ക്വസ്റ്റ്യൻ നമ്പർ ശംഭുക്കോ കിസ്കെ കഹനെ പർ മുക്ത് കിയ ഗയ. ശംഭുവിന് ആര് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ വെറുതെ വിട്ടത്? രാജ, ചന്ദ്രഗുപ്ത്, മന്ത്രി. ചന്ദ്രഗുപ്ത് അല്ലേ, ചന്ദ്രഗുപ്ത് പറഞ്ഞു രാജാവെ പാവമല്ലേ വിട്ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ വിട്ടു. ഓക്കെ, എഴുതി വയ്ക്കുക കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ്, ഭാഷാ കൗശൽ, ലാംഗ്വേജ് സ്കിൽസ്. क्वेश्चन नंबर 1. दिए गए शब्दों में इत और ता प्रत्यय जोड़कर शब्द बनाइए. പുതിയ ശബ്ദം ഉണ്ടാക്കണം. ഇതോ അധികം തായ ചേർത്ത്. ഓക്കെ. നിയമ അധികം ഇത്, നിയമിത്. ആനന്ദ അധികം ഇത്, ആനന്ദിത്. വ്യഥ അധികം ഇത്, വ്യഥിത്. അചംഭ അധികം ഇത്, അചംഭിത്. അടുത്ത താ ചേർന്ന് വരുന്നു. ഉത്സുക അധികം ത, ഉത്സുകത. നെക്സ്റ്റ്, सरस अधिकम था, सरसता. कवि अधिकम था, कविता. निष्कपट अधिकम था, निष्कपटता. എഴുതി വയ്ക്കുക കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ്, പേജ് നമ്പർ 91. ക്വസ്റ്റ്യൻ നമ്പർ 2. വി അധികം ഖ്യാത്, വിഖ്യാത്. വി അധികം ശേഷ, വിശേഷ. വി അധികം നാശ, വിനാശ്. വി അധികം ചാർ, വിചാർ. വി അധികം ദേശ്, വിദേശ്. വി അധികം കാർ, വിക്കാർ. അപ്പോൾ ഇത് എഴുതി വയ്ക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ, ചെറിയ കാര്യമാണ്. വി അധികം ഖ്യാത്, വിഖ്യാത്. വി അധികം ശേഷ്, വിശേഷ്. വി അധികം നാശ്, വിനാശ്. വി അധികം ചാർ, വിചാർ. വി അധികം ദേശ്, വിദേശ്. വി അധികം കാർ, വിക്കാർ. അത്രേ ഉള്ളൂ. താങ്ക് യു. ഉപ അധികം സ്ഥിത്, ഉപസ്ഥിത്. ഉപ അധികം योग, ഉപयोग. ഉപ അധികം മന്ത്രി, ഉപമന്ത്രി. ഉപ അധികം കാർ, ഉപകാർ. ഉപ അധികം ചാർ, ഉപചാർ. ഉപ അധികം സ്ഥിത്, ഉപസ്ഥിത്. ഉപ അധികം योग, उपयोग. ഉപ അധികം മന്ത്രി, ഉപമന്ത്രി. ഉപ അധികം കാർ, ഉപകാർ. ഉപ അധികം ചാർ, उपचार. इतना उल्लू. थैंक यू. नेक्स्ट, क्वेश्चन नंबर 3. दिए गए अनेक शब्दों के लिए एक शब्द लिखिए.
കുറേ വാക്കുകൾ തന്നിട്ട് ഒറ്റ വാക്കായിട്ട് എഴുതണം. ജിസ്കെ മൻമേ കപട് നാഹോ, ആരുടെ മനസ്സിലാണോ കാപഠ്യമില്ലാത്തത്, നിഷ്കപട്. ജോ ദൂസരോംക്കെ ഈർഷ്യ കർത്താഹെ, മറ്റുള്ളവരെ എപ്പോഴും ഈർഷ്യതയോടുകൂടി കാണുന്ന വ്യക്തി, ഈർഷ്യാലു. ജിസ്കാ ഹൃദയ സരൾ ഹോ, സരള ഹൃദയനായ ആൾക്ക്, സരൾ ഹൃദയൻ. ജോ മർമ്മ കോ ജാൻതാ ഹോ, മർമ്മ അറിയുന്നയാൾ, മർമ്മജ്. ഓക്കെ. ജോ സർവ ജാൻതാ ഹോ, സർവജ്ഞ. ഇത്രേ ഉള്ളൂ, എഴുതി വയ്ക്കുക കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ദിയ ഗയ മുഹാവരോം കോ ഉൻകെ അർത്ഥ സെ മിലായെ, തന്നിരിക്കുന്ന വാക്കുകൾ അതിൻ്റെ അർത്ഥവുമായി കൂട്ടിച്ചേർക്കുക. ഫൂല ന സമാന, ബൗത്ത് പ്രസന്ന ഹോന. ഓക്കെ, ഇത് മാച്ച് ദ ഫോളോയിങ് ആണേ. ഞാൻ ശരിയായിട്ടുള്ള ആൻസർ നേരെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ എഴുതിക്കൊള്ളുക. ആക ബബള ഹോന, ക്രോധിത് ഹോന. ജുഗത് ബിഠാന, ഉപായ ഖോജന. ജോ ബോവോങ്കെ സോ കാട്ടോങ്കെ, ജൈസ കർമ്മ വൈസ ഫൽ പാവോങ്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. മൻ കോ ചൂ ജാന, ഗഹ്റായി സെ മഹസൂസ് കർന. അപ്പോൾ ഞാൻ മാച്ച് ദ ഫോളോയിങ് ആണ്, റൈറ്റ് ആൻസറാണ് നേരെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, എല്ലാവരും അങ്ങനെ ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ്, दिए गए शब्दों के उचित वर्ण से नया शब्द चुनकर शब्द कड़ी पूरा करो. ശബ്ദക്കടി, അതായത് തന്നിരിക്കുന്ന വാക്കുകളുടെ അവസാനം വരുന്ന അക്ഷരങ്ങൾ ചേർത്ത് ഓരോ വാക്കുകൾ ഉണ്ടാക്കുക കേട്ടോ. അത് മാത്രം ഒന്ന് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ആദ്യം തന്നേക്കുന്നു. രാജ, ജായാണ് അവസാനം വരുന്നത്, അത് ജാദു എന്നെഴുതി. ജാദുവിൻ്റെ ധൂവാണ് അവസാനം വരുന്നത്, അപ്പോൾ ദൂത്. അവിടെ ധ എന്ന് പറയുന്ന വാക്കാണ് അവസാനിച്ചിരിക്കുന്നത്, ധരത്തി. ധരത്തി എഴുതി. അവിടെ തീയാണ് വന്നിരിക്കുന്നത്, തായിൽ ചേർന്ന വാക്കാണ് തീയാണ് വന്നിരിക്കുന്നത്, അപ്പോൾ തീക്ക. തീക്ക എന്നെഴുതി. അത് ഖ എന്നുള്ള വാക്ക് അവസാനം വന്നിരുന്നുകൊണ്ട് ഖാന എന്നാക്കി. ഇതുപോലെ വന്നിരിക്കുന്ന വാക്കുകൾ അവസാനം വരുന്ന അക്ഷരം ഏതാണോ അത് ആദ്യം വരുന്ന ഒരു വാക്ക് എഴുതുക. അത്ര മാത്രമേ ഉള്ളൂ ഇത്. അപ്പം നിങ്ങൾ എഴുതി വയ്ക്കുക. താങ്ക് യു. രാംദേവ്, വായ അവസാനം വന്നപ്പോൾ വസ്തു. തുരന്ത്. തർക്കീബ്, ബൽ, ലാലച്ച്. നാം, മോർ, രാത്, തങ്ക്, ഗേഹു. തർക്കീബ്, ബാൽ, ലാലച്ച്, ചമച്ച്, ചാബി, പാപ്, പ്രദർശൻ, നൈ, ഈശ്വർ, രോഗ്. ഇത് ഞാൻ ഇത്ര ഇവിടെ എഴുതി വെച്ചിരിക്കുവാണ്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് എഴുതുക കേട്ടോ. നൈ എന്ന് പറഞ്ഞാൽ ഈ ആണ് അവസാനിച്ചിരിക്കുന്നത്, അപ്പോൾ ഈ ആദ്യം വരുന്ന ഒരു വാക്ക് എഴുതി ഈശ്വർ. രായാണ് വന്നിരിക്കുന്നത് രോഗ്. രാ ചേർന്ന് വരുന്നൊരു വാക്കാണ് രോഗ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത് നിങ്ങൾ എഴുതി വയ്ക്കുക. താങ്ക് യു.